ഒന്നില്ലെങ്കിൽ ഈ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയാം. ഗോത്ര കലാപം പഠിച്ച് പറയുക. കാരണം അതിൽ ട്രെയിനിൽ ഒരുപാട് പേരെ കത്തിച്ചിട്ടുണ്ട്. അത് പറയാതെ ഈ പറയുന്ന ഒരു ഭാഗം മാത്രം പറയുമ്പോൾ ആൾക്കാർക്ക് രോഷം ഉണ്ടാവും. അത് പൃഥ്വിരാജിൻ്റെ ഏതെങ്കിലും ഒരു റിലേറ്റീവ്സ് ആ ഗോത്ര കലാപത്തിൽ പെടണം. അപ്പോൾ ഇയാൾക്ക് ഈ തൊട്ടിത്തരം മനസ്സിലാവും. ഈ മല്ലിക സുകുമാരൻ്റെ ആരെങ്കിലും റിലേറ്റീവ് പെട്ടിട്ട് അവർ പറയണം ഞങ്ങളിങ്ങനെയൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ സ്വന്തക്കാർ ഇങ്ങനെ പറ്റിയിട്ടുണ്ടെന്ന് പൃഥ്വിരാജിന് തോന്നണം. അപ്പോൾ അയാൾക്ക് ഈ സങ്കടം മനസ്സിലാവും. അതേ എനിക്ക് പറയാനുള്ളൂ. രാഷ്ട്രീയ ഇടപെടലുകൾ ഈ സിനിമയിൽ കുഴപ്പമില്ലെന്നാണോ? അല്ല, വസ്തുത പറയണം, രണ്ട് സൈഡും പറയണം. നിങ്ങൾ ഒരു സൈഡ് മാത്രം പറയുമ്പോഴാണ് ഈ വിമർശനം ഉണ്ടാവുന്നത്. ഗോത്ര കലാപം എന്താണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റി പഠിച്ച എല്ലാവർക്കും അറിയാം. മാധ്യമപ്രവർത്തകർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. അങ്ങനെ വരുമ്പോൾ ഒരു സൈഡ് പറയുമ്പോൾ അതിന് റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒളിച്ചോടിയിട്ട് കാര്യമില്ല. ഒന്നില്ലെങ്കിൽ പൃഥ്വിരാജ് രണ്ട് സൈഡും പറയണം. ഇപ്പോൾ ഇവിടെ കേരള സ്റ്റോറി വന്നു കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ഇവിടെ പുകില്? ഇപ്പോൾ എല്ലാവർക്കും അതിന് ഈ എമ്പുരാനെ സപ്പോർട്ട് ചെയ്യുക ഒരു ഭാഗക്കാർ, അത് പറ്റില്ല. റിയാലിറ്റി നിങ്ങൾ പറയൂ. അതിനുള്ള എല്ലാ സോഴ്സും ഇവിടെ ഉണ്ട്. അത് പഠിച്ചിട്ട് സിനിമ എടുക്കുക, അല്ലെങ്കിൽ പണിക്ക് നിൽക്കരുത്.